രൂപയ്ക്ക് നെറ്റ് റേറ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. കുറച്ചതാ ടച്ചപ്പ് വർക്കൊക്കെ ഉണ്ട് ബമ്പറിലും കാര്യങ്ങളിലൊക്കെ. ഒന്ന് അലൈൻ ചെയ്ത് എടുക്കാനൊക്കെ അങ്ങനത്തെ പണിയൊക്കെ കൂട്ടിയാൽ ഇതിന്റെ മാർക്കറ്റ് റേറ്റിന് എത്രയോ കുറവാണിത്. 2016 റെഡി ആണ്. നല്ല നീറ്റ് വണ്ടി കേട്ടോ, അടിപൊളി നീറ്റ് തന്നെയാണുള്ളത്. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? 2014 മോഡൽ 14 ആസ്ട്രോ ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ആണ്. പവർ ടു പവർ എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും 1000-1500 രൂപയുടെ പേപ്പർ വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ബാക്കിയുള്ള ഇൻഷുറൻസിൽ ക്ലെയിം കിട്ടും നമുക്ക്. അതാണ് അതിൻ്റെ ഗുണം. എത്ര കൊടുക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു മെഗാ യൂസ്ഡ് കാർ മേളയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ 50-100 വണ്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ മേള കാണാറുണ്ട്. ഇത് ഏകദേശം 250-ലധികം കാറുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ടുള്ളത്. ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഓട്ടോ വെഞ്ചർ ദ കാർ ക്ലബ്ബാണ്. 3 സ്ഥലത്ത് ഷോറൂം ഉണ്ട്. അറിയാലോ, കോഴിക്കോട് തന്നെ 2 സ്ഥലത്തുണ്ട്. ഒന്ന് പാവക്കാട്, ഒന്ന് സൗത്ത് കൊടുവള്ളി. അതേപോലെ തന്നെ വയനാട് കൽപ്പറ്റക്കടുത്ത് ഇവർക്കൊരു ഷോറൂമുണ്ട്. അപ്പോൾ ഈ മേള നടക്കുന്നത് കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. കൽപ്പറ്റ ടൗണിൽ ഒരു വലിയ ഗ്രൗണ്ടിൽ 250-ൽ പരം വാഹനങ്ങൾ, ഏകദേശം 40,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത വാഹനങ്ങൾ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് അഖിലെ സ്വാഗതം ചെയ്യാം. അഖിലെ സ്വാഗതം. താങ്ക് യു. ഗംഭീര മേളയല്ലോ, അടിപൊളി മേളയാണ്. എങ്ങനെയുണ്ട്? അതായത് ഇത് വെച്ചാൽ 3 ദിവസം 4 ദിവസം ഒന്നും അല്ല. അല്ലല്ല, ഞങ്ങളിപ്പോൾ ഈ ഇവന്റ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ട് ഒരു 3 ദിവസമായി. ഓൾറെഡി 18-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 31-ാം തീയതി വരെയാണ്. ഈ മാസം 31-ാം തീയതി വരെ. 31 പിന്നെ നീളെന്നാണ് പറയുന്നത്. അതെ, ഇപ്പം നല്ല റെസ്പോൺസ് ഉണ്ട് കസ്റ്റമർ ഭാഗത്തുനിന്ന്. ഏകദേശം ഞങ്ങൾക്ക് ഒരു 30-35 ബുക്കിംഗ് ഓൾറെഡി ഇപ്പം ആയിട്ടുണ്ട്, കിട്ടി. ചുരുങ്ങിയ ദിവസം കൊണ്ട് കുറെ വണ്ടികൾ ഇപ്പോൾ വരാനുണ്ട് ഞങ്ങൾക്ക്. ഇനിയും വരാം. അപ്പോൾ 200 ടൈപ്പ് സ്റ്റോക്ക് തന്നെ നിലനിർത്തി കൊണ്ടു എന്തായാലും ഉണ്ടാവും. അതുണ്ടാവും. ഓക്കെ, അപ്പോൾ 40,000 മുതലുള്ള കാറുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ഏകദേശം ചോദിച്ചോട്ടെ, ഒരു 5 ലക്ഷത്തിനുള്ളിൽ എത്ര വണ്ടി ഉണ്ടാവും? 5 ലക്ഷത്തിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 35-40 വണ്ടിന് മുകളിൽ. 5 ലക്ഷത്തിനുള്ളിൽ 40 അല്ല, ഏകദേശം ഒരു 60 വണ്ടിന് മുകളിൽ എന്തായാലും ഉണ്ടാവും. ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഏറ്റവും ടോപ്പ് വിലയുള്ള വണ്ടി ഏതാ? ഏറ്റവും ടോപ്പ് വില ഉള്ളത് നമുക്ക് ഒരു 10.5 ലക്ഷം രൂപ റേഞ്ചിൽ വരുന്ന വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ വരുന്ന എത്രയോ സ്റ്റോക്കാണ്, 250 സ്റ്റോക്ക്. എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇത് കറക്റ്റ് ലൊക്കേഷൻ ടൗണിൽ തന്നെ. കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മളെ കൽപ്പറ്റ ബൈപ്പാസ് മുട്ടുന്നവിടെ റിലയൻസ് ജിയോന്റെ പമ്പ് ഉണ്ട്. പമ്പ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എല്ലാവരും വന്നോളൂ. ഒരുപാട് ദിവസം സമയമായിട്ട് വയനാടൊക്കെ ട്രിപ്പ് മേടിച്ച് മേളയും കണ്ട് കാറും കൊണ്ട് പോവാം അല്ലേ? ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നേരെ വീഡിയോ കൊടുക്കും. എന്തായാലും ഒരു കാറ് സ്വന്തമാക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണല്ലോ ഇവിടെ ഒക്കെ വരിക അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ തന്നെ ആദ്യം കുറച്ച് വാഹനങ്ങൾ നോക്കാം. വാഗണറാണ് KL 18 വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 മോഡൽ പുതിയ പേപ്പർ എടുത്തിട്ടുള്ള LXI ഓപ്ഷനാണ് വരുന്നത്. LXI ഓപ്ഷൻ. അതെ, എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഓക്കെ, 2009 പുതിയ പേപ്പറിലാണ്. 29 വരെ പേപ്പർ ഉണ്ടാവും അല്ലേ? അതെ, 2029 വരെ പേപ്പർ വെക്കുന്ന വാഹനം. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? 86,000 കിലോമീറ്റർ ഓടിയാണ് വണ്ടി. ഇതിപ്പോൾ നമുക്ക് ഈവെന്റിൽ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്. നമുക്ക് ഒരു 1.10 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സ്. ഓക്കെ, 1,10,000 രൂപയ്ക്ക് 29 വരെ പേപ്പറുള്ള നല്ല അടിപൊളി ഒരു വാഗണർ അല്ലേ? വലിയ ടച്ചപ്പോ കാര്യം ഒന്നുമില്ല, നീറ്റാണ്, നല്ല ഷേപ്പൊക്കെ ഉള്ളുണ്ട്. ഇവിടെ പിന്നെ മഞ്ഞ് വീഴ്ചയുണ്ട്, പൊടി അടിക്കും, കുറച്ച് പൊടിയുടെ പ്രശ്നം ഉണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നമില്ല അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ് A-Star. ആ സമയത്ത് നല്ലൊരു ഫീച്ചറിസ്റ്റിക് ആയി ഇറങ്ങിയ വണ്ടിയാണ്. അതെ, ആ സമയത്താണ് ഇത് 4 ഡോർ പവർ വിൻഡോ ഒക്കെ ഇറങ്ങിയിട്ട് ഈ സെഗ്മെന്റിലുള്ള കാർ വേറെ ഇല്ല. ഓക്കെ, KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡൽ VXI വരുന്നത്. 13 മോഡൽ VXI ആണ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെ മേജറായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്കൊരു സ്പെഷ്യൽ റേറ്റ് ആക്കിയിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. എത്രയാ? ഇത് 70,000 രൂപയ്ക്ക് നെറ്റ് പ്രൈസ്. 13 VXI A-Star 70,000 രൂപയ്ക്ക് നെറ്റ് റേറ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. കുറച്ചതാ ടച്ചപ്പ് വർക്കൊക്കെ ഉണ്ട് ബമ്പറിലും കാര്യങ്ങളിലൊക്കെ. ഒന്ന് അലൈൻ ചെയ്ത് എടുക്കാനൊക്കെ അങ്ങനത്തെ പണിയൊക്കെ കൂട്ടിയാൽ ഇതിന്റെ മാർക്കറ്റ് റേറ്റിന് എത്രയോ കുറവാണിത്. അല്ലേ? ലോണ് ചാൻസ് ഉണ്ടോ ഇതില്? ലോൺ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഓക്കെ, അടുത്ത വണ്ടിയിൽ നാനോ. ഏറ്റവും എന്താ പറയാ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കിട്ടിക്കൊണ്ടൊരു കാർ അല്ലേ? ഓക്കെ, KL 11 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇതെങ്ങനെ? ഇത് 2015 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാ? ഏതാ ഓപ്ഷൻ വരുന്നത്? XTA. ഇതിലെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് 15 മോഡൽ. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000. ഇതും ക്ലെയിമോ കാര്യമൊന്നുമില്ല, നീറ്റ് വണ്ടിയാണല്ല? നീറ്റ് വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ചെറിയൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നോക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റിയ വാഹനമാണ്. എത്രയായാലും നമ്മളിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മളിപ്പോൾ ചോദിക്കുന്ന വില പറഞ്ഞാൽ 1,68,000 രൂപ. 1.68 നിങ്ങൾക്ക് ഈ ഒരു 2015 XTA ഓട്ടോമാറ്റിക് നാനോ കൊണ്ടുപോകും. നല്ല ക്ലീൻ പീസ് വണ്ടി, നല്ല സ്പേഷ്യസ് ആയ വണ്ടിയാണ്. സിംഗിൾ ഓണറുമാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും, വലിയ ഓട്ടോ പോയിട്ടില്ല. അപ്പോൾ ഒരു
ഒരു സെക്കൻഡ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ? അതെ വലിയൊരു കാറൊക്കെ ഉണ്ട്, ഒരു സെക്കൻഡ് കൂടി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. ലോണ് ചാൻസ് ഉണ്ടോ? ആ ലോൺ കിട്ടും. എത്ര വരെ ഉണ്ടോ? അത് നമുക്ക് ഒരു 1 lakh എന്തായാലും നോക്കാം. ചാൻസ്. സ്റ്റാർട്ട്, റെഡി, ഗോ. എടുത്ത് പോയിക്കോ, അത് തന്നെ പേര്. KL 19 രജിസ്ട്രേഷൻ റെഡി ഗോ ആണ് ഡാറ്റ്സൺ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2016 മോഡല് റെഡി ഗോ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നു. ഓക്കെ, ടി ഇതിൽ ഫുൾ ഓപ്ഷൻ തന്നെ. 2 ഡോർ പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ്, അത്രേ ഉള്ളൂ. ഓക്കെ. കിലോമീറ്റർ 84,000 കിലോമീറ്റർ. 2016 റെഡി ഗോ ആണ്. നല്ല നീറ്റ് വണ്ടി കേട്ടോ, അടിപൊളി നീറ്റ് തന്നെയാണുള്ളത്. അതെ. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇപ്പോൾ ഇത് നമുക്ക് ഇവന്റ് പ്രൈസ് ആയിട്ട് ഒരു 1,55,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,55,000 1,75 ഇവിടെ പ്രൈസ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ 1,75 ആയിരിക്കാം. അങ്ങനെ ഉണ്ട്, അതും പറയാൻ മറന്നുപോയി. ചിലപ്പോൾ ഇത് കൂടുതൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഫൈനൽ നെഗോസിയേഷൻ ആ റേറ്റിലാണ് വരിക. 1,55 വീഡിയോയിൽ ഫൈനലാക്കിയിട്ട് പറയുന്നതാണ്. 1,55 ഈ 2016 മോഡൽ റെഡി കൊണ്ട് 800cc അല്ലേ? 800cc 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഇതും നല്ല നിസാന്റെ സർവീസ് സെൻ്ററാണ്, കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. അടുത്തത് SX4, കുറച്ച് വലിയ വണ്ടിയിലേക്ക് എത്തി. സെഡാൻ കാറ്റഗറിയാണ്. KL 12 ഇവിടുത്തെ വണ്ടിയാണ്, വയനാട്. അതെ, വയനാട് വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ ZXi ആണ് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി, 10 മോഡല്. കിലോമീറ്റർ 1,40,000 ഓടിയിട്ടുണ്ട്. 1,45 പെട്രോൾ വണ്ടിയാണ്. മെയിൻ്റെനൻസ് ആയിട്ട് വലിയ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, മേജർ ക്ലെയിം റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള വർക്കുകളൊന്നും വന്നിട്ടൊന്നുമില്ല. നീറ്റാണ് കേട്ടോ വണ്ടി. ഇവിടെ ഒന്നാമത് കണ്ടിട്ട് മനസ്സിലാകാത്ത വെച്ചാൽ മഞ്ഞിങ്ങനെ വീണോണ്ട് പൊടിയും പിടിക്കും. അതെ, ഞാൻ പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ 3 ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ദിവസമായിട്ട് അതിന്റെ പൊടി ബൈപ്പാസ് റോഡിന്റെ സൈഡിൽ തന്നെയല്ലേ 3 ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ നിങ്ങളിപ്പോൾ കാണുന്ന 5ാമത്തെ 6ാമത്തെ അപ്പോഴും ഇവിടെ സ്ലോട്ട് ചെയ്യരുത് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടികളിങ്ങനെ വന്നുകൊടുക്കണോ അല്ലേ? വണ്ടി വരും. ഞാൻ പറഞ്ഞില്ല, എല്ലാ ബഡ്ജറ്റിലും വണ്ടി. ഞങ്ങൾക്ക് ഇപ്പോൾ കറന്റ് നമ്മളെടുത്ത് ഒരു 37,000 രൂപ മുതലുള്ള കാറുകളുണ്ട്. ഉണ്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ 10 ലക്ഷം വരെയുള്ള 37,000 മുതൽ ഒരു 10 ലക്ഷം രൂപ വരെയുള്ള കാറുകൾ നമ്മളെടുത്തുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത്? ഇത് ഒരു നെറ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,25,000 പേപ്പർ അവസ്ഥ പുതിയല്ലേ? അതെ. ഓക്കെ, 30 വരെ 2030 വരെ പേപ്പറുള്ള ZXi ഏറ്റവും ഫുൾ ഓപ്ഷൻ അടിപൊളി സെഡാൻ കാർ കൊണ്ടോ. അടുത്ത വണ്ടി നല്ലൊരു ആൾട്ടോ, ഇതാ പഴയ ആൾട്ടോ. അതെ, KL 10 വണ്ടി അല്ലേ? KL 10 മലപ്പുറം രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010-11 രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ വെഹിക്കിളാണ്. 11 മുതലാണ് ടാക്സ് കാര്യങ്ങളൊക്കെ വരിക. അടുത്ത വർഷമാണ് ഇത് വരിക അല്ലേ? ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ്. ഓ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല. ചെറിയ പെയിന്റിങ് ചെയ്യാനുണ്ട് ഡോറിന്റെ സൈഡിലൊക്കെ. പെയിന്റ് ഫെയ്ഡായ പോലെയാണല്ലോ. അതെ. ഏകദേശം ഇടി അങ്ങനത്തെ ഒന്നുമല്ലോ. അങ്ങനെ മേജർ ആയിട്ടുള്ള വർക്കുകളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. AC ഓഫ് ആക്കിയിട്ട് ഓടിച്ചാണ്ടല്ലോ സാധനം പറക്കും. ഏതിന് ഓവർടേക്ക് നമ്മൾ പല വീട്ടിലാണല്ലോ. അതെ, അല്ല പേഴ്സണലി അനുഭവം ഉണ്ട്. അതെ. ഓക്കെ, അപ്പോൾ എത്ര രൂപ ചോദിക്കുന്നത്? ഇത് നമുക്കൊരു പ്രൈസ് ആയിട്ട് 99,000 രൂപയ്ക്ക് കൊടുക്കാം. 99,000 രൂപയ്ക്ക് 10 മോഡൽ 11 രജിസ്ട്രേഷൻ അൾട്ടോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം, ഒരു ക്ലെയിമില്ല. ലോണ് ചാൻസ് ഉണ്ടോ? ലോണ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വയനാട് ഏരിയയിലുള്ള ലോക്കൽ ഫിനാൻസുകൾ അല്ലേ? ലോക്കൽ ഫിനാൻസിന്റെ വയനാട് ചെറിയ എമൗണ്ട് ആണ്. ഇത് ലോൺ ഇട്ടാൽ നിങ്ങൾക്ക് കഷ്ടമായിരിക്കും. ഓർമ്മിക്കുക. അടുത്ത വണ്ടിയിലേക്ക് നല്ല ബ്ലാക്ക് വാഗണർ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് തന്നെ മനസ്സിലാവില്ല അല്ലേ? വീഡിയോയിൽ KL 22 രജിസ്ട്രേഷൻ അന്നത്തെ ന്യൂ ഷേപ്പിലേക്ക് മാറിയ. അതെ, അന്നത്തെ ന്യൂ ഷേപ്പിലേക്ക് മാറി. 2011-10 ഇതിന്റെ ന്യൂ ഷേപ്പ് ഇറങ്ങിയത്. ഇത് K സീരീസ് എഞ്ചിൻ ഇറങ്ങിയ സമയമാണ് 10-11. ഓക്കെ, ഇത് 11? ഇത് 2011 മോഡൽ. 11 മോഡൽ വാഗണർ, നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ. അതെ, പെയിന്റിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റിംഗ് ആണ് ഇതിന്റെ. ഇത് ഏതുണ്ട്? LPG? LPG ഫിറ്റഡ് ആണ്. കമ്പനി വരുന്നല്ലോ. ഇത് കമ്പനി വരുന്നത്. ഇൻബിൽട്ട് അല്ല, ഇൻബിൽട്ട് LPG വരുന്ന മോഡലാണ് അന്നത്തെ. അത്യാവശ്യം മൈലേജും കിട്ടും. മൈലേജ് കിട്ടും. രണ്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാലോ. പെട്രോൾ ഉപയോഗിക്കാം, LPG മാറ്റി ഉപയോഗിക്കാനും പറ്റും. ബാക്കി മോഡല് 11 പറഞ്ഞു. ഈ 2011 മോഡല് 1 ലക്ഷം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടി കേട്ടോ. ഇത് പെട്ടെന്ന് പോകും മിക്കവാറും. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഒരു 1,70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,75 ഇൻബിൽട്ട് LPG വരുന്ന ഈ ഒരു വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഒരു 1 lakh ലോൺ ചാൻസ് ഉണ്ടോ? ചെയ്യാം. ഓക്കെ, അടുത്തത് ഓട്ടോമാറ്റിക് മൈക്ര KL 8 രജിസ്ട്രേഷൻ വാഹനമാണ്. അതെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ XL CVT ആണ് വരുന്നത്. CVT ഗിയർ ബോക്സ് ആണ് വരിക ഓട്ടോമാറ്റിക്കലി. നമ്മള് പവർ ലാഗ് ഇല്ലാത്തൊരു ഗിയർ ബോക്സ് ആണ് CVT എന്ന് പറയുന്നത്. അത് ഓടിച്ചവർക്ക് അറിയാം അത് എത്രത്തോളം കംഫർട്ട് ആണെന്നുള്ളത്. ഇല്ല, അവിടെ മുട്ടിയില്ല. ഇങ്ങോട്ട് പോയിക്കോ, റോഡിലൊരു ട്രാഫിക്. ഓക്കെ, അപ്പോൾ 17 മോഡൽ CVT മൈക്ര. ഓപ്ഷൻ ഏതാ വേണ്ടില്ല? ഇത് XL എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. XL AC പോസ്റ്റർ, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ,
എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരു 3,95,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 3,95,000 2017 ഓട്ടോമാറ്റിക് CVT മൈക്ര എക്സൽ. മൈലേജ് ഒരു 11-14 വരെയൊക്കെ മാക്സിമം കണ്ടത്. അതെ, ഡ്രൈവിംഗ് കംഫർട്ടാണ് ഈ മെയിൻ കംഫർട്ട് അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. പിന്നെ മൈക്ര വണ്ടീൻ്റെ ലുക്കും അങ്ങനത്തെ ഒരു ക്യൂട്ടാണ്. അതെ അല്ലേ? ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനെ ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. i10 ഗ്രാൻഡ് ആണ്, ഹ്യുണ്ടായുടെ വണ്ടിയാണ് ഇപ്രാവശ്യം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡൽ ആസ്റ്റ ഓട്ടോമാറ്റിക് വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, പുഷ് ബട്ടറും അലോയ്സും എല്ലാം വരുന്നത്, ഡിഫോഗർ വൈപ്പർ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി, ഓട്ടോമാറ്റിക് 80 ഗിയർ ബോക്സ് ആണ് വരിക. ഇത് 10-13 വരെയൊക്കെ മൈലേജ് കിട്ടുള്ളൂ. അത് അത്രേ ഉണ്ടാവുള്ളൂ. സുഖമായിരിക്കും, ഡ്രൈവിംഗ് സുഖം. അതെ, നമ്മളിപ്പോൾ നേരത്തെ മൈക്രോൻ്റെ കണ്ട പോലെ മൈക്രോ CVT ആണ്, ഇത് 80 ആണ്. ഇത് 80 ആണ് വരിക. പക്ഷേ ആ റേഞ്ച് തന്നെ 11-14 ആ റേഞ്ചിൽ ഏകദേശം കിട്ടും. ക്ലെയിമും കാര്യമൊന്നുമല്ലോ? ഇല്ല, അങ്ങനെ ക്ലെയിം ഒന്നും വന്നിട്ടില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആക്കിയിട്ട് ഒരു 3,45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 3,45,000 2014 മോഡൽ 14 ആസ്റ്റ ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ഗ്രാൻഡ് ആണ്. അപ്പോൾ ലോൺ ഒരു 3 ലക്ഷം വരെ കിട്ടും. 3 ലക്ഷം വരെയൊക്കെ കിട്ടും. 10-40,000 രൂപ കൊണ്ട് ഇറക്കാം. അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹ്യുണ്ടായ വെന്യൂ. നല്ല അടിപൊളി ഒരു പച്ച കളർ. പച്ചയല്ലേ ഇത്? അതെ, ഒരു പച്ച കളർ തന്നെ വരും. നെക്സോണിലൊക്കെ വരുന്നതായിട്ടുള്ള ഒരു കളറല്ലേ? ഓക്കെ, KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ, ഫോറസ്റ്റ് പച്ച അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡൽ SX+ ആണ്. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഓക്കെ, 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 63,000 2020 മോഡൽ. ഏതാ, പെട്രോൾ ഡീസലോ? ഡീസൽ വണ്ടി. ഡീസൽ വാഹനമാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളെന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഏകദേശം 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. അതാണ് മൈലേജ്, നല്ല മൈലേജ് ഉണ്ടാവും. പിന്നെ മാനുവൽ ട്രാൻസ്മിഷൻ, ഡീസൽ മാനുവൽ ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 2020. ആ ഒരു എന്താ പറയുക, ഡീസലിന്റെ ഇത് വെച്ചിട്ട് വലിയൊരു ഓട്ടം പോയിട്ടില്ല. ഇല്ല, പോയിട്ടില്ല അല്ലേ? അതെ. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ആക്സറീസ് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്, സ്റ്റിയറിംഗ് കവർ, പിന്നെ ഈ മിറേഴ്സിന്, ഇതിന്റെ മിറേഴ്സിന്റെ മുകളിൽ ഇൻഡിക്കേഷൻ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അതിന്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ഇത് വരുന്നുണ്ട്. അത് ശരി, അങ്ങനെ കുറച്ച് ആക്സറീസ് അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബമ്പർ ടു ബമ്പർ എന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും 1,000-1,500 രൂപയുടെ പേപ്പർ വർക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. ബാക്കിയെല്ലാം ഇൻഷുറൻസിൽ അതെ ക്ലെയിം കിട്ടും നമുക്ക്. അതാണ് അതിൻ്റെ ഗുണം. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഒരു ഫൈനൽ റേറ്റ് ആയിട്ട് 8,50,000 രൂപയ്ക്ക് കൊടുക്കാം. 8,00,000 2020 62,000 കിലോമീറ്റർ ഓടിയ വെന്യൂ ഡീസൽ ഫുൾ ഓപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 8 lakh വരെ ലോണും ചാൻസ് ഇല്ലേ? ഒരു 75 ഒക്കെ നമുക്ക് നോക്കാം. എന്തായാലും കിട്ടും. 10,75,000 രൂപ വേണ്ട ഇറക്കാം. അതെ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇരുടായി തുടങ്ങി. അതെ, ഇത്രയും വണ്ടി എന്തായാലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഞാൻ ടോട്ടൽ സ്റ്റോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചതാണ് ഏതൊക്കെ സ്റ്റോക്ക് എന്നുള്ളത്. അപ്പോൾ അഖിലേ, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വണ്ടികൾ ഇനി വരാനില്ല, വണ്ടികൾ വരാനുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് മാത്രം ഞങ്ങൾക്ക് ഏകദേശം ഒരു 35-40 വണ്ടികളോളം ഇന്ന് മാത്രം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ സ്പോർട്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്? സ്പോർട്ട് ഫിനാൻസ് ഉണ്ട്. ഇനി വാറണ്ടി വേണ്ട കസ്റ്റമേഴ്സ് നമുക്ക് വാറണ്ടി അഡീഷണൽ ചെറിയ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാറണ്ടിയും കൊടുക്കാൻ പറ്റുന്നുണ്ട്. റോഡ് സൈഡ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട്. വാറണ്ടി എടുത്ത് വെച്ചോ, കാരണം വെച്ചാൽ സേഫ് ആണ്. എഞ്ചിൻ ഗിയർ ബോക്സ് മാത്രം വാറണ്ടി വേണ്ട കസ്റ്റമേഴ്സിന് നമുക്ക് അങ്ങനെയും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി AC കംപ്രസർ അങ്ങനത്തെ AC വേണമെങ്കിൽ അഡീഷണൽ പിന്നെയും കോസ്റ്റ് ആവും. അങ്ങനെ സാധനങ്ങൾക്ക് എടുത്ത് വെച്ചാൽ സേഫ് ആണ്. അതെ, വണ്ടി നമ്മൾ നോക്കിയിട്ട് എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്ത് വെച്ചാൽ. അതെ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ലൊക്കേഷൻ കൽപ്പറ്റയാണ്, വയനാട് കൽപ്പറ്റ ടൗണിൻ്റെ അടുത്ത് ജിയോ പമ്പുണ്ട്. ബൈപ്പാസ് ടച്ച് ആവുന്ന അതിൻ്റെ ജിയോ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൊക്കേഷൻ വരുന്നത്. അതെ, കൽപ്പറ്റ കൈനാട്ടിയിലാണ്. കൈനാട്ടിൽ നിന്ന് ജിയോ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വേറെ കാര്യം എന്ന് വെച്ചാൽ 3-4 ദിവസമൊന്നുമല്ല, ഈ മാസം അവസാനം വരെ, അതായത് ഈ വർഷം അവസാനം വരെ 2025 അവസാനം വരെ 31-ാം തീയതി വരെ ഡിസംബർ മേള നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. സാധ്യതയുണ്ട്. ഞങ്ങളിപ്പോൾ നോക്കുമ്പോൾ നല്ല റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു 10 ദിവസം കൊണ്ടോ അല്ല 13 ദിവസം കൊണ്ടോ ഞങ്ങൾക്ക് കൊടുത്തു തരാൻ പറ്റുമെന്ന് തോന്നില്ല. വണ്ടികൾ അത്രയ്ക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്, പല ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം ഞങ്ങൾ ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് തീരുന്ന വരെ. ഇത് തന്നെ എത്ര മണി വരെ ഉണ്ട്? രാത്രി ഞങ്ങളൊരു 8 മണി 8:30 വരെയൊക്കെ എന്തായാലും. രാവിലെ എത്ര മണിക്കോട്? രാവിലെ ഒരു 9 മണി 9:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 9:30 മുതൽ 8:30 വരെ അത്രയും ടൈം മേളയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രീ ടൈം ഏതാണോ അതിന് കണക്കായിട്ട് ഇനി നിങ്ങളുടെ വയനാടേക്കൊക്കെ ട്രിപ്പ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തൊക്കെ പോയിക്കോ. അതെ, നാളെ ഇപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. സൺഡേ ഇപ്പോൾ ഞങ്ങൾ കുറേ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ, വീഡിയോ ഇല്ലെന്ന് പറഞ്ഞ കാര്യമില്ല, പോസ്റ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായും വന്നോളൂ. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസിൽ രേഖപ്പെടുത്തണം. ഒരു കമൻസും വായിക്കാതെ ഞാൻ മുന്നോട്ട് പോകില്ല. അപ്പോൾ എല്ലാം വായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നന്ദി. അങ്ങനെ താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.